ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നനച്ചുള്ളിപ്പണിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ വരാറായി. അപ്പോൾ ഞാൻ ഈ ദിവസം കൂടെ ഒന്ന് നനച്ചുള്ളിപ്പണി എടുത്ത് വീട് മൊത്തം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും ഇതുവരെ കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് കയറിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതേ ഗ്ലാസ്സൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നിർബന്ധമായിട്ടും സ്പെക്സ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ണിൻ്റെ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യണമെങ്കിൽ റിക്കവർ ആവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കണ്ണട വയ്ക്കുന്നത്. എനിക്കിത് ചേരുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് പറയണ്ട കേട്ടോ. എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ കണ്ണട വയ്ക്കുന്നത്. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഞാനിത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളിത് തുടങ്ങിയിട്ടോ. പാത്രം കഴുകുന്ന സ്റ്റാൻഡൊക്കെ കഴുകാൻ വേണ്ടി കുസ് പുറത്ത് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാത്രം വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിത് ടേബിളിൽ വെച്ചിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്കുസ് നന്നായിട്ട് തന്നെ തേച്ച് കഴുകി തരുന്നുണ്ട് കേട്ടോ. ആൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ഹെൽപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ നിന്ന് ഞാനൊരു വർക്ക് ചെയ്യണേ ഇക്കുസ് അടുത്ത വർക്ക് അങ്ങനെ ചെയ്യും കേട്ടോ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് തന്നെ ഞങ്ങൾ വർക്കൊക്കെ ചെയ്ത് തീർക്കൽ. അങ്ങനെ ഇക്കുസ് അവിടെ പാത്രം കഴുകുന്നതിൻ്റെ അടുത്ത് മോള് വന്നിട്ട് അവളുടെ ചെരുപ്പും അവളെ സൈക്കിളും കഴുകണമെന്ന് പറഞ്ഞിട്ട് അവൾ കഴുകുക കേട്ടോ. നല്ല കഴുകൽ തന്നെയായിരുന്നു കേട്ടോ. അതിൽ മൊത്തം വെള്ളമാക്കി അവൾ ഡ്രസ്സൊക്കെ നനച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അവൾക്കത് രസമല്ലേന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ അവൾ മുക്കി വെള്ളം ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ വെള്ളം തീരുമ്പോൾ പിന്നെ ഇക്കൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തേ സ്റ്റാൻഡൊക്കെ കഴുകി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെരുപ്പൊക്കെ വെക്കുന്ന ആ സ്റ്റാൻഡ് കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നേ. അത് കാറിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഉണക്കാൻ കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് ഇക്കൂസ് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അങ്ങനെ ഞാനിതേ ഉള്ളിൽ വന്നിട്ട് കുറച്ച് പാത്രം കൂടെ കുപ്പി കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോന്ന് ഇട്ട് വെക്കുന്നത് മുളക്, മല്ലി അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുമല്ലോ. ഇത് ഞാൻ കഴുകുന്ന കുരുമുളകിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ ബോക്സുകളൊന്നുമില്ല. കടയിൽ നിന്ന് ഇങ്ങനെ മിഠായിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആയിട്ട് ഞാൻ ഇട്ട് വെക്കൽ. അപ്പം ഞാനത് കഴുകിയിട്ട് ഞാനത് കാറിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവച്ച് ഉണക്കുന്നത്. ഞാൻ മിക്ക സാധനങ്ങളും ഉണക്കുന്നത് ഞങ്ങൾ കാറിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇക്കൂസ് വന്നിട്ട് പിന്നെ എനിക്കിതുപോലൊന്നും വലിഞ്ഞു കയറി ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇക്കൂസ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഒന്നാമത് എനിക്ക് ചെറുതായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കൂസ എന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇക്കൂസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. ആൾക്കൊന്നാമത് എൻ്റെ സിറ്റുവേഷനൊക്കെ അറിയും. അതുകൊണ്ട് തന്നെ ഒന്നും പറയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ അല്ലെങ്കിൽ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്ത് തീർക്കും. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ കഴുകി തന്നുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വൃത്തിയായി. എന്ന് വെച്ചാൽ ഞങ്ങൾ തീരെ വൃത്തിയാക്കലില്ല എന്നല്ല കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ളൊരു രീതി വെച്ചിട്ട് നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണമല്ലോ. അതുപോലെ കേട്ടോ ഇതും. അങ്ങനെ ഇക്കൂസിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പോയപ്പോൾ ഞാൻ ടൈലൊക്കെ ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ പാത്രം കഴുകുന്ന സിങ്കൊന്ന് കഴുകി. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള നമ്മൾ ടൈലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകുന്നുണ്ടായിരുന്നേ. എനിക്ക് കണ്ണട വെച്ചതിൻ്റെയുള്ള കുറച്ച് ബുദ്ധിമുട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2-3 ദിവസമേ ആയിട്ടുള്ളായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് താഴോട്ട് വെക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത ഇരുന്നുണ്ട്. കണ്ണട ഊരി പോകുന്ന പോലെയോ വീഴാൻ പോകുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. മോനെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷമാട്ടോ ഞങ്ങൾ ഈ വർക്കിനൊക്കെ നിന്നത്. അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാട്ടോ. അവനും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടന്നിട്ട് വീഴും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അവനുണ്ടെങ്കിൽ പിന്നെ മോളെ നോക്കാൻ ഒരാളും കൂടെ ആവുകയും ചെയ്യും. അതും എനിക്കൊരു ഹെൽപ്പാണ്. അങ്ങനെ ഇത് കിച്ചണത്തെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ മോൾക്ക് ഭയങ്കര വാശിയിട്ട് അവൾക്ക് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ കടയാണ് ഉള്ളത്. അപ്പോൾ ഇക്കൂസ് അവളെ കൊണ്ടുപോയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾക്ക് വേണ്ട സിപ്പപ്പ് ആയിരുന്നേ. അതുകൊണ്ട് അവളത് വാങ്ങിച്ചു തന്നപ്പോൾ ആൾ ഹാപ്പി. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചാടാൻ നിന്നപ്പോൾ എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കൂസിനോട് തന്നെ നോക്കാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഇക്കൂസും മോളും ഇതേ കാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഡിക്കി തുറന്നിട്ട് അതിൽ വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ചാടണോ ചാടണ്ടേന്ന് വിചാരിച്ച് നിന്നു. അങ്ങനെ ഇക്കൂസ് വല്ല വിഷയം മാറ്റിയതുകൊണ്ട് ആൾ അവിടെ തന്നെ നിന്നു കേട്ടോ. അവൾ എന്നെ കണ്ട അങ്ങനെയാണ്, എൻ്റെ അടുത്തുനിന്ന് മാറുകയില്ല കേട്ടോ. എപ്പോഴും ഈ ഒരു സമയം ഞാൻ എടുത്തുകൊണ്ടിരിക്കണം. വർക്കൊക്കെ ചെയ്യണമെങ്കിൽ അവളെ എടുത്തുകൊണ്ടാട്ടോ ഞാൻ ചെയ്യൽ. ആരുടെ അടുത്തേക്ക് അങ്ങനെ പോവില്ല. അങ്ങനെ ഞാൻ അവളവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും എൻ്റെ വർക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ അത് ഗ്യാസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസിൻ്റെ അടുപ്പ് ചെറുതായിട്ട് ഒരു കംപ്ലൈൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇതും കൂടെ വർക്ക് ചെയ്യുന്നില്ല. ഒരുപാട് വട്ടം ഞങ്ങളത് സർവീസിന് കൊടുത്തു. വീണ്ടും അതേ കംപ്ലൈൻറ്റ് തന്നെയാണ് കേട്ടോ. മിക്കവാറും ഒരു ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ അവിടെയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണേ.
ഇങ്ങനെ നമ്മൾ സോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കഴുകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ താഴേലൊക്കെ ടൈലാകുമ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളും വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തെന്നി വീഴാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം അങ്ങനെ വീഴാൻ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളിതുപോലെയൊക്കെ വീഴും കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതേ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകട്ടെ. അതിൻ്റെ അവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈലൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വൃത്തിക്കായി പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ആരും അയ്യെന്ന് പറയണ്ട. അതൊരു പഴയ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ തൽക്കാലത്തെ യൂസിങ്ങിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. വാതിലും ജനലൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മോനപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഞങ്ങളെ ബെഡ്റൂമിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ. അപ്പോൾ അവരിത് രണ്ടാളും നല്ല കളിയാണ് കേട്ടോ. അതിനിടയിൽ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പണി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വേഗം ചെയ്ത് തീർക്കാനുള്ളൊരു തന്ത്രപ്പാടായിരുന്നു കേട്ടോ. കാരണം മക്കളുണ്ടാകുമ്പോൾ എനിക്കതങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇക്കൂസ് വർക്കിന് പോയാൽ പിന്നെ പറയേ വേണ്ട. പണിയൊക്കെ ഒരു കഥയിലാട്ടോ ഞാൻ കഴിച്ചെടുക്കൽ. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എനിക്ക് പണിയെടുക്കാനുള്ള മടിയാണ്, അതുകൊണ്ടാണ് ഇക്കോസിനെ വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അതൊന്നും അല്ല കേട്ടോ സത്യത്തിൽ. ഒന്നാമത് പറഞ്ഞാൽ മോളൊന്നിനും എന്നെ സമ്മതിക്കില്ല. അവളെ എടുത്തുകൊണ്ട് തന്നെ നടക്കണം, അല്ലെങ്കിൽ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ, ഒറ്റയ്ക്ക് ആൾ നിൽക്കുകയില്ല. അപ്പോൾ ഇക്കൂസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മോളെ എടുത്തുകൊണ്ട് നടക്കുക അല്ലെങ്കിൽ അവളെ കൂടെ കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. മോളെന്തെന്നായാലും ഒറ്റയ്ക്ക് നിൽക്കുകയില്ല. അപ്പോൾ അത് കാരണമായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാനിത് അവിടേക്ക് ഒന്ന് മാറാലകളൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടും അതിന് ശേഷം എനിക്ക് പുറത്തേക്കൊന്നും മാറാല തട്ടാൻ എത്താത്തതുകൊണ്ട് ഞാൻ ഇക്കൂസിൻ്റെ അടുത്തായിട്ട് ചൂല് കൊടുത്തിരിക്കുന്നത്. ഇക്കൂസ് അത് പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് തന്നെ. അതിന് ശേഷം മോൾ അതേ സ്റ്റാൻഡിലുള്ള ചെരുപ്പുകളൊക്കെ വലിച്ചിട്ടായിരുന്നു. അവൾ തന്നെ അത് സ്വയം എടുത്ത് വെക്കാട്ടോ നന്നായിട്ട്. അങ്ങനെ അവളൊക്കെ ജോഡി വെച്ച് റെഡിയാക്കിയപ്പോൾ എനിക്കും തന്നെ അത്ഭുതമായിരുന്നേ. അങ്ങനെ അവൾ തന്നെ അത് എങ്ങനെയൊക്കെയോ ഒരുവിധം വലിച്ച് ആ സൈഡിലേക്ക് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ, സ്വയം വെച്ചു എന്നുള്ളൊരു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിൽ വന്നിട്ട് ഫാനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു കേട്ടോ. ചൂല് വെച്ചിട്ട് തന്നെയാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ലാഡർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരുവിധം കട്ടിലൊക്കെ കയറി നിന്നിട്ടാട്ടോ തട്ടി കൂട്ടുന്നത്. എനിക്കത് തുടയ്ക്കാൻ എത്താത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇക്കൂസിനോടാട്ടോ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ മോളിതേ പുറത്ത് പോയിട്ട് നല്ല ഡാൻസ് കളിയായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഈ പണികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ പുറത്തായതുകൊണ്ട് തന്നെ ഞാൻ വേഗം വന്നിട്ട് അടുക്കളയിൽ വീണിരിക്കുന്ന വെള്ളവും അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് അവിടെ നിന്ന് കഴുകാമെന്ന് വിചാരിച്ചേ. നേരത്തെ സോപ്പിൻ്റെ ബാക്കിയുള്ള പതകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഈർക്കൽ ചൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചടിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കഴുകുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടുക്കള നല്ലൊന്ന് വൃത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ തെന്നി വീഴാതെ ഇരിക്കാനാണ് ഞാൻ മാക്സിമം നോക്കുന്നത് കേട്ടോ. അതാട്ടെ പതുക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം ഞാൻ അടുക്കളയിലുള്ള റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെയുള്ള കുപ്പിയും പാട്ടകളൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെയായിട്ട് ഞാൻ അതിൽ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി അതാത് സ്ഥാനത്ത് തന്നെ വെച്ചു കേട്ടോ. നമ്മൾ പിന്നെ ഓരോന്ന് കറിക്കൊക്കെ ഇടാൻ ആവശ്യമുണ്ടാകുമ്പോൾ പെട്ടെന്ന് വാരി വലിച്ച് അവിടെ ഇവിടെ വെക്കില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇക്കൂസ് പിന്നെ ഇത് അങ്ങനെ വന്നിട്ട് കട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് തരുന്നുണ്ട് കേട്ടോ, വെള്ളത്തിൽ മുക്കിയിട്ട്. ഇതൊക്കെ ഞങ്ങൾ കഴുകിയിട്ടതായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുമാതിരിപ്പെട്ട പണികളുടെ ഒന്നും ഞങ്ങളതങ്ങനെ വീഡിയോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതേ അലമാരയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തരാം. ഇവിടെ പെട്ടെന്ന് പൊടി കയറും കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ്, എല്ലായിടത്തും നന്നായിട്ട് പൊടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഞങ്ങളൊന്ന് തുടച്ചെടുക്കലാട്ടോ ചെയ്യൽ. അങ്ങനെ അലമാരയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇക്കൂസ് പുറത്തേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരതെടുത്ത് ഭയങ്കര കളിയായിരുന്നേ. അവർക്ക് അവരെ കാണാതായ ടോയ്സൊക്കെ കിട്ടിയ സന്തോഷമായിരുന്നു. ഇവർ കളിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ വലിച്ചിരുന്നതുകൊണ്ട് ഞാൻ കുറേയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര കളി. പിന്നെ ഞാനിതേ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി ചണ്ടിയൊക്കെ പുറത്തേക്ക് എടുത്തിട്ടോ. ഇക്കൂസ് പിന്നെ നന്നായിട്ടൊന്ന് തുടച്ച് തന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും കേട്ടോ. ആ സമയത്ത് മക്കൾ വീഴാതിരിക്കാനും ഇറങ്ങി നടക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഫോണ് കൊടുത്തിട്ട് ബെഡിൽ ഇരുത്തിക്കായിരുന്നേ. അങ്ങനെ ഇതേ ബാക്കിയുള്ള ചണ്ടി കാര്യങ്ങളൊക്കെ ഇക്കൂസ് ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ച് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എത്തിയുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ എൻ്റെ നനച്ചുള്ളിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ.